കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. കണ്ണൂർ വലിയന്നൂരിൽ മരങ്ങൾ വീണ് കടകൾ തകർന്നു. കോഴിക്കോട് പെരുമണ്ണയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കോഴിക്കോട് ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 145 പേരാണ് ഇപ്പോൾ കഴിയുന്നത്. കണ്ണൂർ മട്ടന്നൂർ പാതയിലെ വലിയന്നൂരിൽ രാവിലെ 7:30ഓടെയാണ് ശക്തമായ കാറ്റ് വീശിയത്. മരങ്ങൾ വീണ് കടകളും വൈദ്യുത തൂണുകളും തകർന്നു. കാറ്റിൽ പെട്ടിക്കട പറന്ന് ലോട്ടറി തൊഴിലാളിക്ക് പരുക്കേറ്റു. ചുഴലിക്കാറ്റടിച്ചാണ് ഈ കുറച്ച് ഭാഗത്ത് ചുഴലിക്കാറ്റടിച്ച് ഈ ഭാഗങ്ങൾ മൊത്തം മരം വീണിട്ടുണ്ട്. ഞങ്ങളിപ്പം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. വലിയന്നൂരിന് സമീപം ചതുരക്കിണറിലും അതിശക്തമായ കാറ്റിൽ നാശനഷ്ടമുണ്ടായി. കനത്ത മഴയിലും കാറ്റിലും കണ്ണൂർ തിരുമേനി പെരിയാനപ്പറമ്പിലെ വർഗീസിന്റെ വീട് പൂർണ്ണമായി തകർന്നു. കോഴിക്കോട് പെരുമണ്ണയിലെ അബ്ദുൽ ലത്തീഫിന്റെ വീട് ശക്തമായ കാറ്റിൽ തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. കോഴിക്കോട് പെരിങ്ങത്തൂർ കായപ്പനിച്ചിയിൽ പുഴ കരകവിഞ്ഞ് വ്യാപക നാശനഷ്ടമുണ്ടായി. കളരിയുള്ളതിൽ മജീദിന്റെ വീടിന്റെ മുറ്റം വരെ പുഴ കയറി. ഞങ്ങളുടെ വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പ് മൊത്തം ഒലിച്ചു പോയിരിക്കുകയാണ്. ഭയങ്കരമായ അപകട ഭീഷണിയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിലനിൽക്കുന്നത്. മുഖവൂരിൽ പരസ്യ ബോർഡ് സർവീസ് റോഡിൽ വീണ് ഗതാഗത തടസ്സം നേരിട്ടു. കുറ്റ്യാടിയിൽ വൈദ്യുതി ലൈനിലേക്ക് മരം പൊട്ടി വീണു. കാസർഗോഡ് കീഴൂരിൽ രാവിലെ അതിശക്തമായ കാറ്റിൽ നിരവധി വൈദ്യുതി തൂണുകൾ നിലം പതിച്ചു. മലപ്പുറം ചങ്ങനംകുളത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താണു. കോഴിക്കോട് പൊയിൽക്കാവ് അണ്ടർപാസിന് സമീപം സർവീസ് റോഡിൽ ബസ് താഴ്ന്നത് ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചു. കോഴിക്കോട് കാസർഗോഡ് ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ.